അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനതവക്കലു അലൈഹി. നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അള്ളാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിൽ മരിക്കാനും നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ പടിവാതിൽക്കലാണ് ഈ വെള്ളിയാഴ്ചയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനിയൊരു റമദാനിൻ്റെ പുറത്തൊരു വെള്ളിയാഴ്ച ഇല്ലാത്ത വിധം ഷഅബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. ഇങ്ങനെ ഒരു സമയങ്ങളിൽ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് റമദാൻ എന്ന പരിശുദ്ധമായ മാസം വന്നിരിക്കുന്നു, സ്വർഗീയ കവാടങ്ങളെ മുഴുവനും തുറക്കപ്പെടുകയും നരക കവാടങ്ങളെ മുഴുവൻ അടക്കപ്പെടുകയും എല്ലാ പൈശാചികമായ അവസ്ഥകളെയും അടക്കപ്പെടുകയും ചെയ്ത ഒരു സമയം വരാനിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത് ഈ മുഹൂർത്തങ്ങളിലാണ്. പരിശുദ്ധ ഖുർആൻ അത് സംബന്ധമായി പറഞ്ഞ ആയത്തു തന്നെയും ആ രീതിയിൽ ഏറ്റവും കൂടുതൽ പരിചിതമായ ഒരായത്താണ്. സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. നോമ്പ് എന്ന് പറയുന്നതിന് ശരിക്കും ഇംസാക്ക് എന്നാണ് അറബിയിൽ അതിന് സൗമ് എന്ന പദത്തിന് നേരെ അർത്ഥം കൊടുക്കാറുള്ളത്. അതായത് സംയമനം ചെയ്യുക എന്നാണ് അതിനർത്ഥം. എല്ലാത്തരം ചിന്തകളിൽ നിന്ന്, വൈകാരികമായ ഇച്ഛകളിൽ നിന്ന് മാറി നിൽക്കുന്നതിനാണ് സൗമ് എന്ന് പറയാറുള്ളത് എന്നർത്ഥം. അപ്പോൾ എല്ലാത്തരം ഇച്ഛകളിൽ നിന്നും മാറാൻ കഴിയുന്ന വിധമുള്ള ഒരു പരിശീലനം അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യവിശ്വാസിക്ക് നൽകുകയാണ്. ഓരോ സമയങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമാണെന്നതുപോലെ മാസങ്ങളും സമയങ്ങളിലുമുള്ള പ്രാധാന്യത്തിന് അതിൻ്റേതായ സ്വഭാവത്തെ അതേ അർത്ഥത്തിൽ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു ബോധ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. റമദാനിൻ്റെ ഈ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറയുക വഴി കേവലം ഒരു പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയത്ത് നമ്മളെടുക്കുന്ന ഒരു അന്നപാനീയാദികളുടെ ഉപേക്ഷ മാത്രമല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൂക്ഷ്മതയുടെ ഭാഗമാക്കി മാറ്റാൻ കഴിയുക എന്നതാണ്.
അതുകൊണ്ടാണ് നോമ്പിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ രീതിയിൽ പറഞ്ഞു തരുന്നത്. മൗനവ്രതം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ മൗനം പോലും ഒരു വലിയ ശക്തിവിശേഷമായതുകൊണ്ടാണ് ആ രീതിയിൽ മഹാന്മാരായ പ്രവാചകന്മാരും അതുപോലെ തന്നെ മഹദികളുമെല്ലാം അങ്ങനെ ചെയ്തതായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് നോമ്പിൻ്റെ കാര്യത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി എന്നാണ്. അതായത് കൂടുതൽ സൂക്ഷ്മശാലികളായി ജീവിക്കാനുള്ള ഒരു പരിശീലനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്നു എന്നർത്ഥം. അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെയും കൂടി തെളിവായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, ഒരാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് ചില അവസരങ്ങൾ കൊടുക്കും. അയാളിൽ നോമ്പ് അല്ലെങ്കിൽ നമസ്കാരം അല്ലെങ്കിൽ മറ്റു ആരാധനാകർമ്മങ്ങൾക്കുള്ള സമയം അല്ലാഹു കൊടുക്കും. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് പറയുമ്പോഴാണ് ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, വബിൽ ജുംലത്തി യംബഗി അൻ യസീദ ഫിൽ ജുമുഅത്തി ഫി ഔറാദിഹി വ അൻവാഇ ഖൈറാത്തിഹി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജുമുഅ നമസ്കാരത്തിൻ്റെ ആ ജുമുഅ ദിവസത്തിൽ അയാൾക്ക് ചെയ്യേണ്ട ചില ഔറാദുകളുണ്ട്. നമ്മൾ സാധാരണ ആ ഔറാദുകളാണ് സൂറത്തുൽ കഹഫിനെയും സ്വലാത്തിനെയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതുപോലെയുള്ള ഔറാദുകൾ ചെയ്തുകൊണ്ട് ജുമുഅയുടെ സമയത്തിൽ ആ ജുമുഅയുടെ ദിവസത്തിൽ പ്രത്യേകം അത് അധികരിപ്പിക്കുകയും അതിൻ്റെ ഖൈറാത്തുകൾ അതിൻ്റെ നന്മകൾ കൂട്ടുകയും ചെയ്യുക എന്നത് ഒരാൾക്ക് ആവശ്യമാണ്. എന്താണ് അതിന് കാരണം? മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്, ഫഇന്നല്ലാഹ സുബ്ഹാനഹു ഇദാ അഹബ്ബ അബ്ദൻ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാദില ബിഫവാദിലിൽ അഅമാൽ എന്നാണ്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു എന്നല്ല, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാദിലത്തി, ശ്രേഷ്ഠമായിട്ടുള്ള സമയങ്ങളിൽ അയാൾക്ക് ജോലി കൊടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങൾ ചെലവഴിക്കുന്നിടത്ത് അയാൾ അതിനെ പാഴാക്കാത്ത വിധം അള്ളാഹു അതിന് തൗഫീക്ക് കൊടുക്കും. അപ്പോഴോ ബി ഫവാദിലിൽ അഅമാലി, ശ്രേഷ്ഠമായിട്ടുള്ള അമലുകൾ ചെയ്യാൻ, ദിക്ർ ചൊല്ലാൻ, അള്ളാഹുവിനെ ഓർക്കാൻ, നമസ്കരിക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങളെ നിർവഹിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ ഒരു തൗഫീഖ് അയാൾക്ക് നൽകും എന്നാണ്. വൈദാ മഖത്തഹു, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നാൽ, അയാളോട് അല്ലാഹു കോപിച്ചാൽ, ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാദിലത്തി ബിസയ്യിഇൽ അഅമാലി, വളരെ ദോഷകരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലേക്ക് അത്തരം അവസരമായിരിക്കും അല്ലാഹു അയാൾക്ക് നൽകുക എന്നാണ് മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ലാ തങ്ങൾ പറയുന്നത്. അങ്ങനെ അയാൾ ചെയ്താൽ യകൂന ദാലിക ഔജഅ ഫി ഇതാബിഹി, അയാളെക്കുറിച്ചുള്ള ആക്ഷേപത്തിൽ ഏറ്റവും വേദനാജനകമായ ഒരവസ്ഥയിലേക്ക് പോലും അയാൾ എത്തിപ്പോകും. അങ്ങനെ ആവാൻ വേണ്ടി എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായ അയാൾക്ക് ലഭ്യമായ അവസരം വിനിയോഗിക്കാതെ പോകും എന്നാണ്. അയാൾക്ക് ലഭ്യമായിട്ടുള്ള അവസരം വിനിയോഗിക്കാത്തൊരവസ്ഥയിലേക്ക് അയാൾ പോകും. അപ്പോൾ അയാൾ മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നൊരവസ്ഥയുണ്ടാകുമ്പോൾ അശദ്ദ ലി മഖ്തിഹി, അതിൻ്റെ മഖ്ത്ത് അഥവാ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ദേഷ്യം, പടച്ചവൻ്റെ ദേഷ്യം കൂടുതൽ ശക്തമാകുന്ന തരത്തിലേക്ക് അത് മാറിപ്പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ലിഹിർമാനിഹി ബറക്കത്തൽ വഖ്തി, ഈ സമയത്തിൻ്റെ പരിശുദ്ധിയെ, അതിൻ്റെ ബറക്കത്തിനെ, അതിനെ അയാൾ തന്നെ സ്വയം തടഞ്ഞു എന്നതുകൊണ്ടാണ്.
അയാൾ തന്നെ ഈ പരിശുദ്ധമായിട്ടുള്ള സമയത്തിൻ്റെ ആ ഒരു ബറക്കത്ത് ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നതുകൊണ്ടാണ്. വന്ദിഹാക്കിഹി ഹുർമത്തൽ വഖ്തി, ആ വഖത്തിൻ്റെ ഹുർമത്ത് അയാൾ തന്നെ പിച്ച് ചീന്തിക്കളഞ്ഞു. ഈ നോമ്പുകാലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാക്കി എൻ്റെ സഹോദരന്മാർ മുഅ്മിനീങ്ങളെ നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഈ സന്ദേശം. അള്ളാഹു തരുന്ന ഒരു അവസരത്തെ ഉപയോഗിക്കാൻ കഴിയാതെ പോവുക. ഇപ്പോഴത്തെ ഒരു പ്രത്യേക കാലത്ത് തെരഞ്ഞെടുപ്പും കൂടി വരുന്ന ഒരു സമയമാണ്. മനുഷ്യൻ പല രീതിയിൽ, പല സ്വഭാവത്തിൽ, പല നുണപ്രചാരങ്ങളും വ്യാജ പ്രചാരങ്ങളും ഒക്കെ നടത്താൻ, അങ്ങനെ തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചു കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കാലമാണ്. റമദാനും തെരഞ്ഞെടുപ്പും കൂടി വരുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളെ പേടിപ്പിക്കണം. കാരണം രണ്ടും രണ്ട് രീതിയാണ്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഈ സന്ദേശത്തിൻ്റെ കൂടുതൽ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഒരാളോട് കോപിച്ചാൽ അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന്, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന്, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് വേണ്ട അത്തരം സൗഭാഗ്യകരമായ സാഹചര്യം അയാളുടെ സമയത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു കൊടുക്കും. അപ്പോൾ അയാൾക്ക് ദിക്ർ ചെല്ലാൻ സമയമുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം സമയങ്ങൾ നമ്മൾ നശിപ്പിച്ചു കളയുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ കുറച്ചു നേരം ഒന്ന് ദിക്ർ ചെല്ലണം എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ ഒരു പ്രത്യേക നന്മയുടെ ഒരു പ്രത്യേകമായ ഇരുത്തം വേണ്ട, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സമയം ഒരു ഇൽമിൻ്റെ സദസ്സിലിരിക്കണം എന്ന് പറഞ്ഞാലോ, നമുക്ക് ആ സമയത്ത് വാച്ചിലേക്ക് നോക്കാനും ഒരുപാട് തിരക്കുകളെക്കുറിച്ച് ആലോചിക്കാനും സമയമുണ്ടാവും. നിങ്ങളും നമ്മളൊക്കെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. അതേസമയം നമ്മുടെയൊക്കെ മൊബൈലിൽ എത്ര സമയമാണ് അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയത് എന്ന് കണക്ക് പറഞ്ഞു തരുമ്പോൾ ഏതാണ്ട് ജീവിതത്തിൻ്റെ ആ പകലിൻ്റെ ഏറ്റവും സിംഹഭാഗവും ചെലവഴിച്ചിട്ടുള്ളത് ഈ പറയപ്പെടുന്ന അർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇരുന്നിങ്ങനെ സമയം കളയാൻ വേണ്ടിയാകും. പക്ഷെ നമുക്കപ്പോഴും സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ സമയമില്ല. ആ സമയം എവിടെയാണ് പോകുന്നത്? ആ സമയം പോകുന്നത് മുഴുക്കെ ഇത്തരത്തിലുള്ള അനാവശ്യമായ എന്തൊക്കെയോ ആരൊക്കെയോ കുറിച്ച് പറയാനും, ആരൊക്കെയെക്കുറിച്ച് കേൾക്കാനും, ആരൊക്കെയെക്കുറിച്ച് മോശമായത് വായിക്കാനും നമ്മളെടുക്കുന്ന സമയങ്ങളായി മാറുന്നു എന്നതാണ് പ്രധാനം. അതാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, ഒരാൾക്ക് അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അയാൾക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മയിലൊന്നാണ് അയാൾക്ക് വേണ്ട അർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യാൻ, നന്മ ചെയ്യാൻ സാവകാശവും സൗകര്യവും അള്ളാഹു നൽകും. ശരിക്കു പറഞ്ഞാൽ മുഅ്മിനീങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നതും അതാണ്. നമ്മളൊക്കെ നന്നാവണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പടച്ച റബ്ബ് ഓരോ അമലിനെയും കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട നന്മകൾക്കുള്ള അവസരങ്ങൾ അള്ളാഹു തരാണ്. നോമ്പ് നോക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നന്മ എന്താണ്? ആ നന്മയാണ് പടച്ച റബ്ബ് പറഞ്ഞത്, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ എന്ന്. നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്കും അതുപോലെയുള്ള നോമ്പിൻ്റെ സ്വഭാവങ്ങളുണ്ടായിരുന്നു. മുൻഗാമികളായ പ്രവാചകന്മാർക്കുണ്ടായിരുന്നു. ആ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ, ആ പ്രവാചകന്മാരുടെ സമൂഹങ്ങളിൽ അള്ളാഹു വ്യത്യസ്തമായ തരത്തിലുള്ള നോമ്പ് ഉണ്ടാക്കിയിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അതാണ് കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്ക് നോമ്പ് എങ്ങനെയാണോ നിർബന്ധമാക്കപ്പെട്ടത് അതുപോലെ നിർബന്ധമാക്കപ്പെട്ടു. ഇത് സാർവജനീനമായി നിൽക്കുന്ന, സാർവലൗകികമായി നിലനിൽക്കുന്ന ഒരു വലിയ ഇബാദത്താണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയാണല്ലോ. അത് നിങ്ങൾക്ക് മാത്രമായി നിർബന്ധമാക്കപ്പെട്ടതല്ല. സമൂഹങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൽ ആ സമൂഹങ്ങളെ നേരെയാക്കുന്നതുമായി ബന്ധപ്പെടുത്തി അവരുടെ ജീവിതശീലങ്ങളിൽ മാറ്റം വരുത്തുകയും അത് ധാർമ്മികമായി പുനരുദ്ധരിക്കുകയും ചെയ്യാൻ ആവശ്യമാകുന്ന വിധം ആ രീതിയിലൊരു വലിയ പരിശീലനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ പക്ഷം. അതെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മാത്രമായ ഒരു പരിചിതമായ സ്വഭാവമല്ലെന്ന് പറയാൻ വേണ്ടിയാണ്. മറിച്ച് അതെല്ലാ സമൂഹങ്ങൾക്കും അല്ലാഹു നൽകിയിരുന്നു. എന്തുകൊണ്ടാണ്? മനുഷ്യന് സംയമനം എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇന്നിപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരാളുടെ ബുദ്ധിപൂർവമായിട്ടുള്ള കഴിവിനേക്കാളും ഏറ്റവും പ്രധാനമായ ഒന്നാണ് അവരുടെ വൈകാരികക്ഷമത എന്ന് പറയുന്നത്. ഒരാളുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥകളെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ
313 വരുന്ന ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കുന്നുണ്ട്. താലൂത്ത് എന്ന മഹാനായ നായകൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങൾ എന്ന നിലക്ക് 70,000 വരുന്ന ഒരു സമൂഹം ഒരുമിച്ചു നടന്നു പോരുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ പ്രത്യേകം തിരഞ്ഞെടുക്കാൻ വേണ്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക പരീക്ഷണമുണ്ട്. ആ പരീക്ഷണം ഇങ്ങനെയാണ്: ഇന്നല്ലാഹ മുബ്തലീക്കും ബി നഹരിൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ ഒരു നദി കൊണ്ട് പരീക്ഷിക്കും. ഏത് സമയത്താണ് ആ നദി കൊണ്ടുള്ള പരീക്ഷണം? ജോർദാനിൻ്റെ മരുഭൂമിയിലൂടെ നടന്നു പോരുമ്പോൾ, ജോർദാൻ മരുഭൂമിയിലൂടെയുള്ള ആ യാത്രയുടെ തീക്ഷണമായിട്ടുള്ള ചൂടിനിടയിൽ ദാഹം ശമിപ്പിക്കാൻ ഒരല്പം വെള്ളം പോലും കിട്ടാത്ത സമയത്താണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അള്ളാഹു ആ സമയത്തെ പ്രവാചകൻ്റെ നാവിൻ തുമ്പിലൂടെ പറയിപ്പിക്കുന്നത് ഇന്നല്ലാഹ മുബ്തലീക്കും ബി നഹർ. അള്ളാഹു നിങ്ങൾക്ക് ഒരു നദി കൊണ്ട് പരീക്ഷണം തരും. ആ നദിക്കരയിലെത്തിയാൽ നിങ്ങൾക്ക് കുടിക്കാവുന്ന വെള്ളം ഒരു കുടന്ന വെള്ളം, അതായത് ഒരു കൈക്കുമ്പിൾ കിട്ടുന്ന വെള്ളത്തിനപ്പുറത്തേക്ക് നിങ്ങൾ കുടിക്കരുത്. അതിനപ്പുറം കുടിച്ചാൽ അവർ ഈ കൂട്ടത്തിൽ പെടില്ല. അതിനപ്പുറം കുടിക്കാനുള്ളൊരു അനുവാദം തരാതെ ഒരല്പം കുടിപ്പിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള അവസ്ഥ. ദാഹിച്ച് പരവശരായി ഭീകരമായ താപത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് വരുന്ന ഒരു വിഭാഗം ആളുകൾക്ക് മുമ്പിലാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷണം നടത്തുന്നത്. ആ പരീക്ഷണത്തിൽ ജയിച്ചവരെയാണ് അള്ളാഹു യുദ്ധത്തിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ പരീക്ഷണം ജയിക്കുമ്പോൾ മാത്രമാണ് അവർ ജീവിതത്തിൽ വിജയിക്കുന്നുള്ളൂ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ സമയത്തും ഓരോ ഘട്ടത്തിലുമുള്ള ഓരോ തരത്തിലുള്ള പരീക്ഷണത്തിൻ്റെയും കൂടി ഭാഗമാണ് നോമ്പും. അതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ. വെറുതെ ഞാൻ നോമ്പുകാരനായിരുന്നു എന്ന് പറയാനല്ല, മുത്തഖിയാവാനാണ്. അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ നോട്ടത്തിൽ, അവൻ്റെ മനോധർമ്മങ്ങളിൽ എല്ലാത്തിലും ഉണ്ടായിത്തീരേണ്ട എല്ലാത്തരം സംയമനവും നിലനിർത്തുന്ന വിധം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനയെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ആർക്ക് സംജാതമാകുന്നുവോ അയാളാണ് യഥാർത്ഥത്തിൽ റമദാനിൻ്റെ ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയം അത്രയും പട്ടിണി കിടന്നതിൻ്റെ ഫലമായിട്ട് കിട്ടേണ്ട നോമ്പുകാരനായി അയാൾ മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബി. മോശമായ വർത്തമാനവും അതുപോലെ തന്നെ അത് സംബന്ധമായിട്ടുള്ള ഏത് പ്രവൃത്തിയും ആ പ്രവൃത്തിയും ഒരാൾ ഉപേക്ഷിക്കുന്നില്ല എന്ന് വന്നാൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബ. അയാൾ കുറേ വെള്ളവും കുറേ ഭക്ഷണവും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് എന്ത് കാര്യം? അള്ളാഹുവിന് എന്താവശ്യം? ഭക്ഷണപാനീയാദികൾ ഉപേക്ഷിക്കുക എന്നത് മാത്രമാണ് നോമ്പ് എന്നല്ല വിചാരിക്കേണ്ടത്. അതുകൊണ്ടാണ് 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ 5 കാര്യങ്ങളെ നോമ്പ് മുറിക്കുമെന്നാണ്. നോമ്പ് മുറിക്കും എന്ന് പറഞ്ഞത് പിന്നെ നോമ്പ് കർമ്മശാസ്ത്രാടിസ്ഥാനത്തിൽ മുറിക്കുമെന്ന അടിസ്ഥാനത്തിലല്ല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് ആ നോമ്പ് മുറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അത് അൽ ഖദിബു വൽ ഗീബത്തു വൻ നമീമത്തു വൽ യമീനുൽ കാദിബ വൻ നദുറു ബി ഷഹ്വ എന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതൊരു ആത്മീയമായ അർത്ഥത്തിൽ നമ്മളെ പരിഷ്കരിക്കാനാണ്. അതായത് ഹംസുൻ യുഫ്തിർന സ്വായിബ്, 5 കാര്യങ്ങൾ ഒരു നോമ്പുകാരൻ്റെ നോമ്പിനെ ഇല്ലാതാക്കും, മുറിച്ചു കളയും. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒന്ന് അൽ കദിബ്, ഒന്ന് കളവാണ്, നുണ പറയാൻ. നോമ്പ് പിടിച്ചിട്ട് നുണ പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ വന്നാൽ അത് അയാളുടെ നോമ്പിനെ മുറിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നോമ്പിനെ മുറിക്കുമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ഒരു കർമ്മശാസ്ത്രപരമായിട്ടുള്ള മുറിക്കലുമല്ല. കർമ്മശാസ്ത്രപരമായിട്ടുള്ള മുറിക്കൽ എന്ന് പറയുന്നതിനേക്കാളും ആഴമുള്ള മറ്റൊരു ആത്മീയമായൊരു വിഷയമെന്ന് പറയുന്നത് ആ നോമ്പിൻ്റെ ആത്മാവിനെന്ത് സംഭവിക്കുന്നു എന്നതാണ്. വ്രതാനുഷ്ഠാനത്തിൻ്റെ ആത്മാവിനെന്താണ് സംഭവിക്കുന്നത്? വ്രതാനുഷ്ഠാനത്തിൻ്റെ ആത്മാവിന് സംഭവിക്കുന്ന ഒരു ദുരിതം എന്ന് പറയുന്നതിലാണ് കദിബ് അഥവാ കളവ് നോമ്പിനെ മുറിക്കും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതായത് കളവ് പറയുന്നയാൾക്ക് പിന്നെ ആത്മീയമായ നോമ്പില്ലാതെ പോകുന്നു എന്നർത്ഥം. അതുപോലെയാണ് വൽ ഗീബത്തു. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്ന ഒരു സമയമാണ് നോമ്പ് കാലം. ഭക്ഷണം കഴിക്കണ്ടല്ലോ, അതുപോലെ കുറേ സമയം അങ്ങനെ ഇരിക്കാമല്ലോ. അപ്പോൾ കിട്ടുന്ന സമയം അത്രയും ഗീബത്താണ്. മറ്റുള്ളവരുടെ
അവരുടെ കുറവുകളെക്കുറിച്ച് പറയുകയും അവരെക്കുറിച്ച് മോശമായി പറയുകയും ചെയ്യാനുള്ള സമയമായി അതിനെ ഉപയോഗിക്കലാണ്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഗീബത്ത് നോമ്പിനെ മുറിച്ച് കളയും. വന്നമീമത്തു, അതുപോലെ തന്നെയാണ് ഏഷണി. മറ്റുള്ളവരുടെ കുറവ് കാണുന്നു എന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ മാരകമായൊരു സംഭവമാണ് രണ്ടാളുകൾ തമ്മിൽ പരസ്പരം കൂടുതൽ വഴക്കിടാനോ കുഴപ്പമുണ്ടാക്കാനോ സാധ്യമാകുന്ന വിധത്തിൽ ഏഷണിയുമായി നടക്കുക എന്ന് പറയുന്നത്. അതാണ് നമീമത്ത്. പിന്നെ വൽ യമീനുൽ കാദിബ, കള്ള സത്യം പറയുക. ചിലപ്പോൾ വല്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ കള്ള സത്യം ഇടുക. അപ്പോൾ അങ്ങനെ ഇടുന്ന കള്ള സത്യം പറഞ്ഞ് ഞാൻ പറയുന്നത് ശരിക്കും സത്യം തന്നെയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും എന്നാൽ സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിക്കുകയും ചെയ്യുന്ന രീതിയിൽ അതിനെ പറയുന്ന രീതിയാണ്. അതാണ് അൽ യമീനുൽ കാദിബ എന്ന് പറയുന്നത്. ആ കള്ളസാക്ഷ്യം ഇടുന്നതും അത് സത്യമിടുന്നതും വന്നദുറു ബി ഷഹ്വത്തിൻ, ഷഹ്വത്ത് അഥവാ വളരെ വൈകാരികമായി നോക്കുകയും ചെയ്യുന്നത്. ആരെ നോക്കുന്നു എന്ന് അവിടെ പറയുന്നില്ല, സ്വന്തം ഭാര്യയെ നോക്കുന്നത് പോലും അങ്ങനെയാകുന്നു എന്നർത്ഥം. സ്വന്തം ഭാര്യയുടെ അടുക്കൽ പോലും അങ്ങനെ ഷഹ്വത്തോടെ നോക്കുമ്പോൾ, വൈകാരികമായി നോക്കുമ്പോൾ ഒരു നോമ്പിൻ്റെ ഒരു ആത്മീയമായ അർത്ഥത്തിലുള്ള അതിൻ്റെ നാശം സംഭവിക്കുന്നു എന്നാണ്. നോമ്പ് മുറിയുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും സൂക്ഷ്മതയോടെ പറയാണ്, അത് കർമ്മശാസ്ത്രപരമായ മുറിക്കലല്ല, മറിച്ച് ആത്മീയമായ നഷ്ടം സംഭവിക്കുന്നു. ആത്മീയമായിട്ട് അയാളുടെ നോമ്പിൻ്റെ തേജസ്സും ചൈതന്യവും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ അയാൾക്കുണ്ടാകുന്നു. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ 5 കാര്യങ്ങൾ നോമ്പിനെ മുറിച്ചു കളയുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ആത്മീയമായൊരു നോമ്പാണ് ഏറ്റവും ആവശ്യമായ നോമ്പ്. ആത്മീയമായ നോമ്പ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ തരത്തിലുമുള്ള സംയമനമാണ്. എല്ലാ തരത്തിലുമുള്ള നന്മയിലേക്ക് അവൻ്റെ വ്യക്തിത്വത്തെ കൂടുതൽ നിർമ്മിക്കാൻ സാധിക്കുക എന്നതാണ് മുത്തഖി. മുത്തഖിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ പ്രയോഗങ്ങളെല്ലാം തന്നെ മുത്തഖിയുമായി ബന്ധപ്പെടുത്തിയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, വിഷമസന്ധിയിലും സന്തോഷകാലത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. വൽ കാലിമീനൽ ഗൈദ്, ദേഷ്യം വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്നവർ. വല്ലാഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു പരോപകാരികളായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ എല്ലാത്തരം സ്വഭാവ നന്മകളും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലേക്കൊരാൾക്ക് മാറുമ്പോൾ അയാളെയാണ് മുത്തഖി എന്ന് വിളിക്കുക. ഏതു കാലത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന, നന്മക്ക് ഉപകരിക്കാവുന്ന രീതിയിലുള്ള ധർമ്മം, ദാനം, അത് സക്കാത്തായാലും ദാനം, സാധാരണഗതിയിലുള്ള സ്വതക്കയായാലും ദാനം. പക്ഷേ അതെല്ലാം എന്തിനാണ് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലാണ്. അതെപ്പോഴൊക്കെയാണ് ചെയ്യുന്നത്? ഏതു സമയത്തും. ലറാഉം സറാഉം എന്നാണ്. എല്ലാ സന്തോഷ സമയങ്ങളിലും ചെയ്യും, എല്ലാ സന്താപ സമയങ്ങളിലും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞു, അവർ ഔലിയാക്കളെ പോലെയാണ്. രഹസ്യമായും ലൈലൻ വ നഹാറൻ, രാത്രിയിലും പകലിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ. അങ്ങനെ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പടച്ച റബ്ബ് പറഞ്ഞു, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഒരു ഭയം വേണ്ട, അവർക്ക് യാതൊരു തരത്തിലുള്ള ദുഃഖവുമില്ല എന്നാണ്. അള്ളാഹുവിനെ മാത്രം കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന സ്വതക്കകൾ. അങ്ങനെ ചെയ്തവരായിരുന്നല്ലോ മഹാന്മാരായ സഹാബാക്കൾ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കാൻ ജമാഅത്തിനെത്താതെ നിൽക്കുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിൽ കരുതുമ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകത്ത് ചാക്കുടുത്തിരിക്കുന്ന രംഗം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതായിരുന്നു, ഐക്യദാർഢ്യ പ്രഖ്യാപനമായിരുന്നു. എല്ലാം കൊടുത്ത് മറ്റൊന്നുമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വന്നപ്പോൾ, പുറത്തിറങ്ങാൻ കഴിയാതെ വരുമ്പോൾ അങ്ങനെ ഇരുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന മഹാനായ സ്വഹാബിക്ക് വേണ്ടി വാനലോകത്തെ മലക്കുകൾ മുഴുവനും ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തി എന്നാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രയേറെ സദക്ക ചെയ്തവർ, സർവസ്വവും സദക്ക ചെയ്തവർ, എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ആഗ്രഹിച്ചവർ. അതാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മുത്തഖി. സറാഇൻ്റെയും ലറാഇൻ്റെയും സമയത്ത് ചെലവഴിച്ചവർ, സന്താപകാലത്തും സന്തോഷകാലത്തും ചെലവാക്കുന്നവർ.
അങ്ങനെ ചിലവാക്കുകയും അതോടൊപ്പം തന്നെ വൽ കാലിമീനൽ ഗൈൽ, നോമ്പുകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയാണത്. നോമ്പ് കുറച്ച് വിഷമമാകുമ്പോൾ, നല്ല വിശപ്പുണ്ടാകുമ്പോൾ, നല്ല ദാഹം വരുമ്പോൾ, കുറച്ച് ഇടങ്ങേറൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ പ്രത്യേകിച്ചും ഒരു പക്ഷേ ഈ നോമ്പുകാലം. കൂടുതൽ ഉഷ്ണം വരുന്ന ഒരു കാലമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാരൊക്കെ പറയുന്ന ഒരു കാലവും കൂടിയാണ്. നോമ്പുകാലത്തിൻ്റെ ശാരീരികമായ അവശതകളെക്കുറിച്ചൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആവശ്യവും കൂടിയാണ്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്താണ് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നോമ്പിന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ്: നോമ്പ് ക്ഷമയുടെ തന്നെ പകുതിയാണ്, ക്ഷമ ഈമാനിൻ്റെയും പകുതിയാണ്. അസ്സൗമു നിസ്ഫു സബ്ർ, നോമ്പ് ക്ഷമയുടെ പകുതിയാണ്. ക്ഷമ ലഭ്യമാകണമെന്ന് പറയുന്നത് പ്രധാനമാണ്. അതിനാവശ്യമാകുന്ന രീതിയിൽ നോമ്പിനെ പരിവർത്തിക്കണം. എല്ലാത്തരം ദേഷ്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അയാൾക്ക് സാധിക്കണം. അതിനാണ് അള്ളാഹു പറഞ്ഞ ഈ ഒരു രീതി, വൽ കാലിമീനൽ ഗൈൽ, ദേഷ്യത്തെ അങ്ങനെ സംയമിപ്പിക്കാൻ കഴിയണം. എല്ലാത്തിനെയും സംയമിപ്പിക്കുമ്പോഴാണ് നോമ്പ്. അതാണ് തഖ്വ. അതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയണം. മനുഷ്യരോട് ഏറ്റവും കൂടുതൽ അടുപ്പവും സ്നേഹവും കാണിക്കാനും അവരുടെ എന്തെങ്കിലും തെറ്റുകളെ പുറത്തു കൊടുക്കാനും കഴിയുന്നൊരു വിശാലമായ മനസ്സിനെക്കുറിച്ച് നമ്മളൊക്കെ ഒന്ന് സ്വയം വിചാരം ചെയ്തു നോക്കൂ. എവിടെയാണ് നമ്മൾ തഖ്വ കൊണ്ട് ഏറ്റവും അടുത്തു നിൽക്കുന്നതെന്ന് ചിന്തിക്കാൻ അത് മതി. ഒരാൾ നമ്മളോട് ചെയ്ത എന്തെങ്കിലും ഒരു പ്രശ്നത്തെ അതിനെ കൂടുതൽ ഊതിപ്പെരുപ്പിച്ച് കൂടുതൽ അയാളെ ദ്രോഹിക്കാൻ വേണ്ടി ആലോചിക്കുന്നതിന് പകരം അയാൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുന്നൊരു വിശാലമായൊരു ഹൃദയം നമുക്കുണ്ടാകുന്നുവെന്ന് വന്നാലാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ലാഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുന്നു എന്ന് ഖുർആൻ പറഞ്ഞത്. അതാരാണ്? അതാരെക്കുറിച്ചാണ്? മുത്തഖിയെക്കുറിച്ചാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അതുപോലെ തന്നെയാണ് ആ ഇഹ്സാൻ അഥവാ എല്ലാവർക്കും നന്മ ചെയ്യാൻ കഴിയുന്ന, പരോപകാരം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുക എന്നതാണ് മുഹ്സിനാവുക എന്ന്. ആ ഇഹ്സാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും എന്നോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നോമ്പ് കേവലം ഉണ്ടായിത്തീരേണ്ട ഒരു ആചാരപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമായി കാണരുത്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്ന പ്രകാരം 3 തരത്തിലുള്ള നോമ്പുണ്ട്. സാധാരണക്കാരൻ്റെ നോമ്പ് എന്ന് മഹാനവർകൾ പറയുന്നു. സൗമുൽ ഉമൂം, സാധാരണക്കാരൻ്റെ നോമ്പ്. ആ സാധാരണക്കാരൻ്റെ നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങനെയാണ് കഴിച്ചു പോകുന്ന നോമ്പാണ്. സൗമുൽ ഖുസൂസ്, കുറച്ചുകൂടി പ്രത്യേകതയുള്ള ആളുകളുടെ നോമ്പ്. കുറേ കൂടി പ്രത്യേകതയുള്ള ആളുകളുടെ നോമ്പുണ്ട്. സൗമുൽ ഖുസൂസിൽ ഖുസൂസ്, കൂടുതൽ സവിശേഷരായിട്ടുള്ള ആളുകളുടെ നോമ്പ്. ഏതാണ് ആ നോമ്പ്? ആദ്യത്തെ നോമ്പ് നമ്മളൊക്കെ ചെയ്തു പോകുന്ന ഒരു നോമ്പാണ്. അള്ളാഹു ആ നോമ്പിൽ നമ്മളെ കാക്കട്ടെ. ഖുർആൻ ഓതാൻ, സമയം കണ്ടെത്താൻ, ദിക്ർ ചെല്ലാൻ, അള്ളാഹുവിനെ ഓർക്കാൻ, അങ്ങനെ പൂർണ്ണമായ നോമ്പിൻ്റെ എല്ലാ ആത്മീയമായ ഭാവങ്ങളെയും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് രണ്ടാമത്തൊരു ടീമെന്ന് പറയുന്നത് അതാണ്. എപ്പോഴും ദിക്റിലായി, എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന രീതിയിൽ നോമ്പനുഷ്ഠിക്കണം. മൂന്നാമത്തെ നോമ്പുകാരനിലേക്ക് പോകുമ്പോൾ പിന്നെ മറ്റൊന്നുമില്ല, അല്ലാഹ് എന്ന ബോധ്യം മാത്രമേ ഉള്ളൂ. മറ്റൊരു ചിന്തയുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താം. അതൊരു തപസ്സാണ്, അതൊരു തരം ധ്യാനമാണ്, അതൊരു തരം നോമ്പിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായൊരു വഴിയിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മൂമിനെ മാറ്റുന്ന ഒരവസ്ഥയാണ് നോമ്പ് എന്ന് പറയുന്ന ആ അവസ്ഥ. അതിലാണ് ഫർഹത്താൻ, 2 സന്തോഷം എന്ന് പുണ്യനബി പറഞ്ഞത്. ഒരു സന്തോഷം നോമ്പ് തുറക്കുമ്പോൾ, മറ്റൊരു സന്തോഷം അള്ളാഹുവിനെ കാണുമ്പോൾ. ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രക്ഷിതാവിൻ്റെ പരിശുദ്ധമായ മുഖം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വ്യക്തിത്വം, അത് കാണാൻ കഴിയുന്ന കണ്ണുണ്ടാകുമ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ രീതിയിൽ നോമ്പിനെ അതിന് ആവശ്യമാകുന്ന എല്ലാത്തരം തറാവീഹ് നമസ്കരിച്ചും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും നോമ്പുകാരൻ ഇഅ്തികാഫ് നടത്തിയും എല്ലാം ആ നോമ്പിനെ പരിശുദ്ധമാക്കാൻ സമയം കണ്ടെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാ സമയത്തും നോമ്പിന് വേണ്ടി എല്ലാം ഒരുങ്ങണം. പള്ളി ഒരുങ്ങണം, വീടൊരുങ്ങണം, എല്ലാം ഒരുങ്ങേണ്ടതുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ 10 കൊല്ലമായി ഏകദേശം നിങ്ങളിരിക്കുന്ന ഈ മുസല്ല ഇപ്പോഴുള്ളത് അങ്ങനെ 10 കൊല്ലം, ഏകദേശം 10-15 കൊല്ലത്തോളമായിട്ടുള്ള ഒരു മുസല്ലയാണ്, കാർപ്പറ്റ്. അതൊന്ന് മാറ്റണം എന്ന്
സാധാരണ എല്ലാവരും പറയാറുണ്ട്, പക്ഷേ ചില സാമ്പത്തികമായിട്ടുള്ള പരാധീനത വഴി അതങ്ങനെ മാറ്റാതിരിക്കുകയാണ്. ഈ റമദാൻ ഒന്ന് പുതുമോടിയിലേക്ക് വരുത്താൻ എല്ലാം ഒന്നും മാറ്റേണ്ടി വരുന്നു എന്നതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയും നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് സഹായിക്കണം എന്നുണർത്തുകയാണ്. ഒരു മുസല്ലക്ക്, അതായത് ഒരാൾക്ക് നമസ്കരിക്കാൻ, നമ്മളൊരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ മസ്ജിദിൽ നമസ്കരിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലം നമ്മളായി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പുണ്യനബി പറഞ്ഞു മഫ്ഹസി ഖത്താത്ത് എന്നാണ്. ഒരു അടക്കാക്കിളിക്ക് അത് പ്രസവിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ കൂടി ഇരുത്തുന്ന ഒരു പ്രത്യേകം അതിനു വേണ്ടി വരുന്ന സ്ഥലമെങ്കിലും ഒരാൾക്ക് അള്ളാഹുവിൻ്റെ മസ്ജിദിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ, അത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ടാണെങ്കിൽ, ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ തത്തുല്യമായ ഒരു പള്ളി, അതായത് ഒരു വീട് അയാൾക്ക് പണിതു കൊടുക്കുന്നതാണ്. അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം പള്ളിയാണ്, ഏറ്റവും ശ്രേഷ്ഠമായത് പള്ളിയാണ്. എന്നാൽ സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ആ പള്ളിക്ക് സംഭാവന ചെയ്തിട്ട് കിട്ടപ്പെട്ട ആ ബെയ്ത്ത് ലഭ്യമായവൻ്റെ ബെയ്ത്താണ് എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു 1000 രൂപ തോതിൽ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാണ്. ഇവിടുന്ന് പലരും അത് സംബന്ധമായിട്ട് പറഞ്ഞ ആളുകളുണ്ട്. ഇവിടുന്നൊക്കെ ചില സഹോദരന്മാർ അത് സൂചിപ്പിക്കുകയും ചെയ്തവരുണ്ട്. ഒന്ന്, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഈ റമദാനിൽ, പരിശുദ്ധ റമദാനിൻ്റെ മുമ്പിലുള്ള വെള്ളിയാഴ്ച ദിവസത്തിൽ അങ്ങനെ ഒന്ന് തുടങ്ങിയാൽ ഇൻഷാ അല്ലാ വരുന്ന ഈ റമദാനിൻ്റെ വെള്ളിയാഴ്ച നമുക്കിതെല്ലാം മാറ്റി മനോഹരമായ രീതിയിലേക്ക് ഈ മസ്ജിദിനെ ഒന്ന് ഒരുക്കാം. മനസ്സൊരുങ്ങണം, വീടൊരുങ്ങണം, പള്ളിയും ഒരുങ്ങണം. അതിനാവശ്യമാകുന്ന വിധത്തിൽ നിങ്ങളോടൊരു പ്രത്യേകമായ സഹായം ഞാൻ പ്രത്യേകം ഉണർത്തുകയും ആവശ്യപ്പെടുകയും ചെയ്യാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണം. ഒരു 1000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ കുറഞ്ഞ വലിയ കാര്യമായി തോന്നുന്ന ആളുകളുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ പലർക്കും 1000 രൂപ പല കാര്യങ്ങളും ചെയ്യുന്ന, അനാവശ്യമായി ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളിൽ എല്ലാം കൂടി ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് ആലോചിച്ചാൽ ഈ 1000 രൂപ ഒന്നുമല്ല. അതുകൊണ്ട് ഒരാൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം നിങ്ങൾ അങ്ങനെ തരണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നിന്ന് ആരെങ്കിലും പറയണ്ടോ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 1000 രൂപ ആരെന്ന് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞ 1000 ഒന്ന് അവസാനം ഒന്ന് എല്ലാവരും കൂടി ഒന്ന് എഴുതി കൊടുത്താൽ മതി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ഒരാൾ നമസ്കരിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ട് നാളെ സ്വർഗം ഉറപ്പാക്കാണ് എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ പള്ളി ബെയ്ത്തുണ്ടാക്കി കൊടുക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ സ്വർഗം നമുക്ക് ഉറപ്പാവാണ്. ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അയാൾക്ക് വീട് പണിത് കൊടുത്തിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അത് കയ്യിൽ തന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബറക്കത്ത് ചെയ്യട്ടെ. പടച്ച തമ്പുരാൻ സ്വീകരിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഈ ഹദീസിൻ്റെ പരിശുദ്ധി കൊണ്ട് ഇതിനു വേണ്ടി അങ്ങനെ ഈ പരിശുദ്ധമായ മസ്ജിദിന് വേണ്ടി അങ്ങനെ സംഭാവന ചെയ്ത എല്ലാ സഹോദരന്മാരെയും അള്ളാഹുവെ നീ സ്വീകരിക്കുകയും അവരെ നീ സ്വർഗത്തിൽ അവർക്ക് നീ സ്വന്തം ഭവനം നീ നൽകുകയും ചെയ്യണേ അല്ലാഹ്. അതൊരു റിസർവേഷനാണ് സഹോദരന്മാരെ. അതൊന്ന് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹസൻകുട്ടി സാഹിബ് അങ്ങനെ എല്ലാവരും തരട്ടെ. ഒരു 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനൊരു പിരിവ് ഇന്നേ വരെ ഈ മസ്ജിദിൽ ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും അവസാനത്തെ ഒരു പരിപാടിയായിട്ട് കണ്ടാൽ മതി. അവ്വലും ആഖിറും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കാറില്ല. കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് തന്നുകൊണ്ട് പറയാൻ, ഇവിടെ പലരും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി 1 ലക്ഷം തരാൻ പറ്റിയവർ, 2 ലക്ഷം തരാൻ പറ്റിയവരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആരെയും പേരെടുത്തൊന്നും പറയാനില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. സാലിം തങ്ങളാണ്. അൽഹംദുലില്ലാഹ്, ചേരക്കര സാലിം തങ്ങൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ആ ഹദീസിൻ്റെ പുണ്യം നമുക്ക് അള്ളാഹു തരട്ടെ. അതിൻ്റെ അർത്ഥം ആ ഹദീസ് സ്വീകാര്യമാകുന്ന രീതിയിലുള്ള സദഖയാക്കി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സദഖകളെ സ്വീകരിക്കട്ടെ. ഇവിടെയല്ല, അവിടെ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരു ഹദീസാണ്. ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മസ്ജിദിന് വേണ്ടിയുള്ള ഈ സംഭാവനയെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിനു ശേഷം ഈ കാര്യങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മളേവരെയും ഈ മസ്ജിദിൻ്റെ ഓരോ പരിപാടികൾക്കും വേണ്ടിയുള്ള സംഭാവനകൾ ചെയ്ത എല്ലാവരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഒരു വലിയ സംഭാവനയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവിടെ ഈ വിദ്യാർത്ഥികൾ, അസാസിലെ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണ
ആവശ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം സംഭാവന ചെയ്യുന്ന എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു ഒറ്റ സഫിൻ്റെ പൈസ അൽഹംദുലില്ലാ, അപ്പോൾ ഒറ്റ സഫിലേക്ക് ഇടാനുള്ള അൽഹംദുലില്ലാ 25 അൽഹംദുലില്ലാ 25,000 അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധ ദിവസം റമദാൻ്റെ തൊട്ട് മുമ്പ് അതിനൊരുങ്ങാൻ വേണ്ടി നാം ചെയ്യുന്ന ഈ സദഖയെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഈ സദഖയുടെ പുണ്യം കൊണ്ട് 2 ലോകവും നീ ബറക്കത്താക്കി തരണേ തമ്പുരാനെ. നിൻ്റെ ഹബീബ് പറഞ്ഞ വാഗ്ദാനം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പരിശുദ്ധമായ മസ്ജിദുകളെ സഹായിക്കാൻ നീ തൗഫീഖ് തരണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനിയും കഴിഞ്ഞിട്ട്